ഒക്കെയും കുഴിയൊക്കെ ചാടിച്ചിട്ടാണ് പോണ മക്കളെ. പത്തായിതാ വരുന്നു. നമ്മളിൽ നിന്ന് ലേയില വന്നിരിക്കുന്ന വരില പാസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഹയസ്റ്റ് മോട്ടബിൾ റോഡ്സ് ഇൻ ദ വേൾഡിലോട്ട് പോയിക്കൊണ്ട് നമ്മുടെ പോയുള്ള ദ ബ്യൂട്ടിഫുൾ BMW GS 1300 ആണ്. ഒരു സ്പെഷ്യൽ മോട്ടോർ സൈക്കിൾ. ഇതിൻ്റെ പ്രത്യേകത ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്ത് വണ്ടിയാണെന്ന് നോക്കാം. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സാണ് കൊടുത്തത്. അതിന് മുമ്പ് ഒരു കാര്യം പറയുന്നത്, ഇത് ഓണാക്കി കൂടി കഴിക്കുക. ഈ കീ കണ്ടോ, ഇതാണ് ഇതിൻ്റെ കീ. കംപ്ലീറ്റ്ലി കീലെസ്സാണ്. കീലെസ് എന്ന് വെച്ചാൽ അതിന് ഇഗ്നിഷൻ കീ ടേൺ ചെയ്യാനുള്ള സെറ്റപ്പ് ഇല്ല. പകരം ഈ ഫോബ് നമ്മുടെ കയ്യിൽ വെച്ചാൽ മതി. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇത് ഈ ബട്ടൺ കണ്ട BMW മോട്ടോർ മേക്ക് ലൈഫ് എ റൈഡ് സെറ്റ്. ആ TFT ഡിസ്പ്ലേ കണ്ടില്ലേ, 6.5 ഇഞ്ച് TFT ഡിസ്പ്ലേ. അടിപൊളി ഡിസ്പ്ലേ ആണ് കൊടുത്തത്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഭയങ്കര ഭംഗിയ ഡിസ്പ്ലേ കാണട്ടോ. റോഡിലാണെങ്കിൽ നല്ല വിസിബിലിറ്റിയാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ Insta 360 മൗണ്ട് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഒരു പോക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു പോക്കറ്റ് കൊടുത്തത്. ഇതിൻ്റെ ഒരു ഫോം വെക്കാം. മാത്രം അടി കണ്ട ചാർജിങ് പോർട്ട് ഇതിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോൺ കറക്റ്റ് ഇത് സെറ്റപ്പ് കാണിച്ചത്. ഫോൺ ഇങ്ങനെ വെച്ച് കറക്റ്റാണ് അടച്ച് സെറ്റപ്പാക്കി ഉള്ളി വെക്കാനും പറ്റും, ചാർജിങ് കൊടുക്കാനും പറ്റും കേട്ടോ. ഇവിടുന്ന് കേബിൾ എടുത്ത് ചാർജ് ചെയ്യാനും പറ്റും. സെറ്റപ്പ് നോക്കണേ. അപ്പോൾ പറഞ്ഞു വന്ന ഹെഡ്ലൈറ്റ്, ഇത് ഓഫ് റോഡ് മറ്റേ ഹെഡ്ലൈറ്റ് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഗ്രില്ല് പോലത്തെ. ഇത് ഓഫ് റോഡ് യൂസ് ഓൺലി ഉള്ള ഒരു പ്രൊട്ടക്റ്റ് ആട്ടോ. ഈ ഇതിൻ്റെ പ്രൊജക്ടറിന് ഡാമേജ് വരാണ്ടിരിക്കാൻ വേണ്ടി നടുക്കൊരു പവർഫുൾ പ്രൊജക്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ട 4 LEDs കൊടുത്ത്, അത് കോർണറിങ് ലൈറ്റ്സും കൂടി. അതിൻ്റെ കോർണറിങ് ലൈറ്റ്സ് ഓരോ കോർണർ എടുക്കുമ്പോഴേക്കും ആ കോർണർ എങ്ങോട്ടോ അവിടുത്തെ ലൈറ്റ് തെളിയുക. കോർണറിങ് ലൈറ്റ്സ് കൂടി. അപ്പോൾ ആ കോർണർ നമ്മൾ സാധാരണ വണ്ടി ചരിക്കുമ്പോൾ ലൈറ്റ് നേരെ വണ്ടി ചരിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. ആ ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി BMW കൊടുത്തതാണ്. BMW മോട്ടോർ സൈക്കിൾ പ്രത്യേകം ഒന്ന് ഇതേ ബോക്സർ എഞ്ചിൻ പുറത്തോട്ടിരിക്കുന്നത്. ആ ബോക്സർ എഞ്ചിൻ ഒപ്പോസിറ്റ് എഞ്ചിനാണെങ്കിൽ ഫ്ലാറ്റ് എഞ്ചിൻസ് എന്ന് പറയാണ്ട് ബോക്സർ എഞ്ചിൻ ഒരു ബോക്സറിൻ്റെ പിസ്റ്റണില്ല. ആ സെറ്റപ്പിലാണ് ഇതിൻ്റെ പിസ്റ്റൺ. അതുകൊണ്ടാണ് അതിൻ്റെ ബോക്സർ എഞ്ചിൻ എന്ന് പേര് വരുന്നതാണ് കേട്ടോ. പക്ഷേ അതല്ല ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ നോക്കുക. സാധാ ടെലിസ്കോപ്പിക് ഫോക്കാണ് കൊടുത്തിരിക്കുക. പക്ഷേ ബാക്ക് ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ഷോക്ക് അബ്സോർബറും കൊടുത്തിട്ടുണ്ട്. ടെലിലിവർ സസ്പെൻഷൻ എന്നാണ് പറയുന്നത്. ഈ സസ്പെൻഷൻ കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ലോങ് ട്രാവൽ സസ്പെൻഷൻ. ഫ്രണ്ടിൽ എന്തോ 190+ എമൗണ്ട് ട്രാവലുള്ള ഫോർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കും. ഇപ്പോൾ നമുക്ക് കുറച്ച് ഇത് നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് മോട്ടോർ സൈക്കിളാണ്. 145 ഹോഴ്സ് പവർ 149 Nm ഓഫ് ടോർക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്ന വണ്ടിയായിട്ട് പറക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോഴേക്കും ഇത് ലോങ് ട്രാവൽ ആയതുകൊണ്ട് ആ ഫ്രണ്ട് ഡൈവ് ഉണ്ടായില്ല, അത് വരാണ്ടിരിക്കാൻ വേണ്ടി കൊടുത്തൊരു സെറ്റപ്പാണ്. ബ്രില്യൻറ്റ് എഞ്ചിനീയറിംഗാണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഒരു ഷോക്ക് അബ്സോർബർ. അപ്പോൾ ഈ 2 ഫോർക്കിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ വീല് സ്റ്റീർ ചെയ്യാൻ വേണ്ടി മാത്രം ഡ്യൂട്ടി. മെയിനായിട്ട് വർക്കൊക്കെ ചെയ്യാൻ പോകുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് പിടിച്ചാലും വണ്ടി തിരിക്കാൻ പറ്റും. നേരത്തെ ഈ ലോങ് ട്രാവൽ സസ്പെൻഷനുള്ള വണ്ടി ഒന്ന് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബ്രേക്ക് ഷോർട്ട് ആവുന്നതായിരിക്കും. എന്നിട്ട് പിന്നെ വണ്ടി നമുക്ക് ഡയറക്ഷൻ മാറ്റാനൊക്കെ സ്റ്റെബിലിറ്റിനൊക്കെ ബാധിക്കുന്നത്. അത്രമാത്രം കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആക്കി ഡയറക്ഷൻ മാറ്റാനൊക്കെ ബുദ്ധിമുട്ടായി. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നല്ല കോൺഫിഡൻസ് കിട്ടും. ബ്രേക്ക് അപ്ലൈ ടു ദ കോർണറായാലും ബ്രേക്ക് അപ്ലൈ വീണ്ടും ഡയറക്ഷൻ മാറ്റാനാണെങ്കിൽ എന്തെങ്കിലും സഡനായിട്ട് ഫ്രണ്ടിൽ ആരെങ്കിലും വട്ടം ചാടി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പിടിച്ചുകൊണ്ട് ഡയറക്ഷൻ മാറ്റാൻ എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ ഡൗൺ സൈഡ് കണ്ടേ, ഇതിന് നോക്കി ഈ റേഡിയേറ്റേഴ്സ് പ്ലേസ് ചെയ്യേണ്ട ഒരു വലിയ റേഡിയേറ്റർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 2 ചെറിയ റേഡിയേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ എൻ്റെ ഡൗൺ സൈഡ്. സ്പോർട്ട് മോട്ടോർ സൈക്കിൾസ് അത്രയും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനത്തെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഇത് നല്ലത്. ഇത് ഓടിച്ച് വരുമ്പോൾ ഭയങ്കര ഫീഡ്ബാക്ക് കണ്ടു കിട്ടിയത്. അവിടെ ഇരിക്കുന്നുണ്ട് പഴയ 1250 എടുത്ത് കുറച്ച് അക്രമമൊക്കെ കാണിച്ചാൽ. ഇതല്ല കേട്ടോ, വേറെ വണ്ടിയാണ് ഓടിച്ച് അതിൽ അക്രമം കാണിച്ചാൽ അതിൻ്റെ ഫ്രണ്ട് ആൻഡ് കോൺഫിഡൻസ് കിട്ടില്ല. അത്രമാത്രം കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് അല്ല. ഈ ടയേഴ്സിൻ്റെ കാര്യം പറയുമെന്ന് പറഞ്ഞാൽ ഇത് മിഷ്ലിൻ്റെ അനാക്കി അഡ്വഞ്ചർ ടയേഴ്സ്. അടിപൊളി ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ടയേഴ്സ്. മാത്രമല്ല ഇത് കണ്ടോ, ഗോൾഡ് സ്പോക്കില്ല, ക്രോസ് സ്പോക്കാണ്. നേടാ സ്പോക്ക് പുറത്തോട്ടാണ് വന്നിരിക്കുന്നത്. ട്യൂബ്ലെസ് കൂടിയാണ്. അടിപൊളി ബ്രേക്ക് റോട്ടേഴ്സ്. മുമ്പത്തെ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ബ്രേക്ക് റോട്ടേഴ്സ് കുറച്ച് വലുതാക്കിയിട്ടുണ്ടോ. അടിപൊളി ബ്രേക്കിംഗ് പെർഫോമൻസ്, അടിപൊളി സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ എഞ്ചിനിലോട്ട് പോകട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ എല്ലാ കാര്യവും നമ്മൾ പറയുമെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ തീരില്ല. ഈ എഞ്ചിൻ 145 ഹോഴ്സ് പവർ 149 Nm ഓഫ് ടോർക്ക് 1300 cc എയർ ലിക്വിഡ് കൂൾഡ് ആണ്. പണ്ട് ഇവിടുത്തെ 1250 ഒക്കെ നോക്കി കുറേ ഫിൻസ് ഉണ്ടാവും. ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ലിക്വിഡ് കൂളിംഗ് ആക്കിയിട്ട് കംപ്രഷൻ റേഷ്യോ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ സാധനം കൂടുതൽ പവർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. എഞ്ചിൻ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് പുറത്തോട്ടിരിക്കുന്നുണ്ട്. പഴയ GS നോക്കുവാണെങ്കിൽ ഈ റൈറ്റ് സൈഡ് കുറച്ചുകൂടി ഓഫ് സെറ്റ് ആയിരിക്കും. റൈറ്റ് സൈഡ് കുറച്ചുകൂടി റൈഡിൻ്റെ അടുത്തായിരിക്കും. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഈ ബോക്സർ ഹെഡ് വന്നതെന്ന് പറഞ്ഞാൽ അത് ടുവേർഡ്സ് ദ ഫ്രണ്ടിലോട്ടായിരിക്കും. ഒരു ഓഫ് സെറ്റ് ആയിരുന്നു. ഇപ്പോൾ ആ ഓഫ് സെറ്റ് ഒക്കെ മാറ്റിയിട്ട് കണ്ടത് സിമെട്രി ആയിട്ടാണ് 2 ഈ ബോക്സർ ഈ സിലിണ്ടേഴ്സും പ്ലേസ് ചെയ്തിരിക്കുന്നു കേട്ടോ.
പിന്നെ ഈ എഞ്ചിൽ വേറെ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ബോക്സ് 1250 ഗിയർ ബോക്സ് എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ട ഗിയർ ബോക്സിൽ അതിൻ്റെ ക്വിക്ക് ഷൂട്ടർ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അവർ ഗിയർ ബോക്സ് കംപ്ലീറ്റ് റീഡിസൈൻ ചെയ്ത് പണ്ടത്തെ ഗിയർ ബോക്സ് എഞ്ചിൻ്റെ പുറകിലായിരുന്നു, അത് മാറ്റി ഇപ്പോൾ എഞ്ചിൻ്റെ അടിയിലോട്ടാക്കി മാസ് സെൻട്രലൈസേഷന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഈ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി അടിയിലോട്ട് കൊണ്ടുപോയി വണ്ടി ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാനാണെങ്കിൽ ഡയറക്ഷൻ മാറ്റാനാണെങ്കിൽ അടിപൊളിയാണെന്നുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ എക്സോസ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എക്സോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 2x1 ആയിട്ടുള്ള എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. എക്സോസ്റ്റ് കൊണ്ട് കൂടി കേൾപ്പിച്ചതല്ലേ. വണ്ടി സ്റ്റാർട്ടാക്കാം. ഒരു ബട്ടൺ നോക്കിയാൽ കീ എൻ്റെ കൈവശമുണ്ട്. കുറേ മോഡുണ്ട് ഇതിൻ്റെ ഇലക്ട്രോണിക് ഫീച്ചേഴ്സിലോട്ട് കടന്നു എത്തിക്കഴിഞ്ഞാൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു ചെറിയൊരു കാര്യം കാണിച്ചാൽ ഈ ബട്ടൺ നോക്കുമ്പോൾ കണ്ടോ ഇലക്ട്രോണിക് വൈസറാണ്, അത് റേസ് ചെയ്തിരിക്കും. സെറ്റപ്പ് അടിപൊളി, ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വൈസർ ഞാൻ വേറെ ഉപയോഗിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആ ലേ റോഡ്സിൽ നേരെ പോയപ്പോൾ കുറേ വിൻഡ് ബ്ലാസ്റ്റിനെ നെഞ്ചത്തോണ്ട്. അപ്പോൾ ഉച്ച സമയത്ത് എനിക്ക് ചെയ്യേണ്ടതില്ല, വൈകിട്ടായപ്പോഴേക്കും നല്ല തണുപ്പായി തുടങ്ങി. അപ്പോൾ ഇതങ്ങോട്ട് റേസ് ചെയ്ത് വെച്ചപ്പോഴേക്കും നമ്മുടെ ചെസ്റ്റിലൊന്നും അടിക്കില്ല. മാത്രമല്ല ഹെൽമെറ്റിൽ വരെ അടിക്കണ ആ വിൻഡ് അടിക്കുന്ന കുറേ, അപ്പോൾ ഹെൽമെറ്റ് സ്ട്രെയിനില്ല, അപ്പോൾ കൂടുതൽ ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ചെയ്യുന്നത് ഇതിൻ്റെ ടാങ്ക് 19 ലിറ്റേഴ്സിൻ്റെ ടാങ്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുക. അലുമിനിയം ടാങ്ക് കൊടുത്താൽ പണ്ടത്തേന് 20 ലിറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ഷിഫ്റ്റ് ക്യാം ടെക്നോളജി അതും കൂടി ഞാൻ പറയും. ഇത് എല്ലാ ഇതിൻ്റെ ഫീച്ചർ പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിയില്ല കേട്ടോ. ഇവിടെ നോക്കി ഷിഫ്റ്റ് ക്യാം എന്ന് കൊടുത്തേ കണ്ടില്ലേ, നമ്മുടെ R15 വേരിയബിൾ വാൽവ് ഇല്ലേ, അതേപോലെ ഇതിൽ വേരിയബിൾ വാൽവ് ടൈമിങ് ലിഫ്റ്റും ഉണ്ട്. എത്ര നേരം വാൽവ് ഓപ്പൺ ആയി വെക്കും, എത്രത്തോളം വാൽവ് ഓപ്പൺ ആവും അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രില്യൻ സിസ്റ്റം. 4000-5000 RPM ആ ക്യാം പ്രൊഫൈൽ മാറുന്നു കേട്ടോ. അത് നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ ഒരു പവർ ചേഞ്ച് വരുന്നു കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ലോവർ RPM കൂടുതൽ ഫ്യൂൽ എക്കോണമിയാണ് 1300 പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് BMW ക്ലെയിം ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഷാസി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഫുൾ ഒരു സ്റ്റീലാണ് കേട്ടോ. സ്റ്റീൽ ഷാസിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റിയർ സെക്ഷൻ നോക്കുക, അടിപൊളി അലൂമിനിയം കൊടുത്തത്, ലൈറ്റ് വെയിറ്റ് ആക്കാൻ വേണ്ടി, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. എക്സോസ്റ്റ് കൊണ്ട് മറന്നുപോയി. ആ ബോക്സർ എഞ്ചിൻ കണ്ടില്ലേ, ഉണ്ടാക്കുന്ന ശബ്ദം കേട്ടോ. ഹയർ RPM എത്തുമ്പോഴേക്ക് ഇതിൻ്റെ ശബ്ദം മാറുന്ന കണ്ടില്ലേ. സെറ്റപ്പ് കൊള്ളാട്ടോ, എക്സോസ്റ്റേ കൊള്ളാം. ഒന്ന് ഹയർ RPM എത്തുമ്പോഴേക്ക് ഇതിൻ്റെ ആ ഗ്രണ്ടിനെസ് ഒരു ലോ RPM ഒരു ബെർബിൾ പോലെയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലിംഗ്, ഗുഡ് ഫീലിംഗ്. ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ഒരു നല്ല ശബ്ദമാണ് ഈ എക്സോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇനി ഇതിൽ കുറേ വെയിറ്റ് സേവിങ്സ് ചെയ്തിട്ടുണ്ടാവും. ഏകദേശം 12 കിലോ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 237 kgs ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത്രയും വെയിറ്റ് കുറച്ചിട്ട്, എന്നാലും സൈസുള്ള മോട്ടോർ സൈക്കിളാണ്. പക്ഷേ ഇതൊക്കെ കുറച്ചുകൂടി നാരോ ആക്കി. പഴയ വണ്ടിയുടെ സൈസ് നോക്കി, എത്ര വലിയ വണ്ടിയാണ്. അത് ചെറുതാക്കി, അത് ഹാൻഡ്ലിങ്ങിനെയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാവട്ടെ. ഈ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചും കൂടി നിമ്പിൾ, കുറച്ചും കൂടി ആജൈൽ, കുറച്ചുകൂടി ഫാസ്റ്റ് ഡയറക്ഷൻ ചേഞ്ച് ആയി, കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ള 1250 എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഞാൻ ഇരുന്നൊന്ന് എർഗണോമിക്സ് കാണിച്ചുതരാം. ഇരിക്കുമ്പോൾ കണ്ടില്ലേ വൈഡ് ഹാൻഡ് ബാസാണ്, പക്ഷേ ഹാൻഡ് ബാസ് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഫുഡ് പാക്സ് കുറച്ചുകൂടി കയറ്റി വെച്ചേക്കുന്നത്, കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റ് 850 സീറ്റ്. ഇത് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്ടോ. സോ ഇത് ഫ്ലാറ്റ് ഫുട്ടിങ് ബുദ്ധിമുട്ടാണെന്ന് മിക്കവർക്കും അറിയാം. ഇപ്പോൾ ഷോർട്ടർ റൈഡേഴ്സിന് ഇതൊരു പ്രശ്നം. ഈ 850 സീറ്റ് ആയിട്ട് കേട്ടോ, അത് കുറച്ച് പ്രശ്നമാകുന്നുണ്ട്. BMW മനസ്സിലാക്കിക്കൊണ്ട് ഒരു സീറ്റായിട്ട് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടി ഇപ്പോൾ സ്റ്റേഷനായിട്ട് നിൽക്കുമല്ലേ, നമ്മൾ കയറി ഇരിക്കുമ്പോഴൊക്കെയാണ് ഈ വണ്ടിക്ക് മനസ്സിലായിട്ട് വണ്ടി തന്നെ സസ്പെൻഷൻ കുറയ്ക്കുന്നതാണ്. ഇതിൻ്റെ ഹൈഡ്രോളിക് യൂണിറ്റ് വെച്ചിട്ട് ഈ സസ്പെൻഷൻ്റെ റൈഡ് ഹൈറ്റ് കുറയ്ക്കുന്ന അടിപൊളി സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. റൈഡ് ഹൈറ്റ് ഏകദേശം 820 സീറ്റായിട്ട് ആക്കാൻ പറ്റും. സെറ്റപ്പ് നോക്കണേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ക്രോസ് പോക്കാണ്, ട്യൂബ്ലെസ് വീൽസാണ്. ഇത് ഷാഫ്റ്റ് ഡ്രൈവാണ്. ഷാഫ്റ്റ് ഡ്രൈവ് വണ്ടികൾ അധികം നമ്മൾ റിവ്യൂ ചെയ്യാറില്ല. അങ്ങനെ അധികം വണ്ടികൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. പക്ഷേ സെറ്റപ്പ് നോക്ക് കണ്ടില്ലേ. ഷാഫ്റ്റ് ഡ്രിവൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാർഡോൺ ഷാഫ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. കാർഡോൺ ഷാഫ്റ്റ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ 1 or more ജോയിൻസ് ഉള്ള യൂണിവേഴ്സൽ ജോയിൻസ് ഉള്ള ഒരു പവർ ട്രാൻസ്മിറ്റിങ് ഫ്രം ദ എഞ്ചിൻ ടു ദ റിയർ വീൽ കൊടുക്കാനുള്ള ഷാഫ്റ്റ് ഡ്രിവനാണ്. ചെയിൻ അല്ല, ബെൽറ്റ് അല്ല, ഷാഫ്റ്റ് ഡ്രിവനാണ്. കുറച്ച് പവർ ലോസ് ഒക്കെ വരും, പക്ഷേ എന്നാലും കുറച്ച് കമ്പോണൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും, എഞ്ചിൻ കുറച്ചുകൂടി ലൈറ്റർ ആക്കാൻ പറ്റും. അങ്ങനെ കുറേ മത്താപ്പ് സാധനം ടെക്നിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ഷാഫ്റ്റ്. ഇതിന് മെയിൻ്റെനൻസ് കുറവാണ്. 80,000 കിലോമീറ്റർ ഇത് മാറ്റണം, അതാണ് അതിൻ്റെ പ്രശ്നം. എന്തായാലും BMW മേടിക്കാൻ പറ്റുന്ന ആൾക്കാർക്കാണെങ്കിൽ 80,000 കിലോമീറ്റർ എത്തുമ്പോഴേക്ക് ഇത് മാറ്റും. ഇത് മെയിൻ്റെനൻസ് വേറെ ഒന്നും ചെയ്യേണ്ട, ഒട്ടും ഓടിക്കുക. എത്ര നമുക്ക് അഡ്വഞ്ചർ ടൂറിംഗ് ആണെങ്കിൽ എവിടെ പോയി ഓടിക്കാനും പറ്റും. അങ്ങനെ പെട്ടെന്നൊന്നും ഡാമേജ് വരാറില്ല. ഇടിച്ച് പുല്ലം പൊളിയുവാണെങ്കിൽ മാത്രമുള്ള പ്രശ്നം വരാറുള്ളൂ. പിന്നെ ഇതിൻ്റെ വെയിറ്റ് 237 kgs ആണെന്ന് ഞാൻ പറഞ്ഞത്. ഇതിന് സെൻറ്റർ സ്റ്റാൻഡ് കൊടുത്തിട്ട് കണ്ടില്ലേ. സോ ഇത് കുറച്ച് വെയിറ്റ് കൂടിയ വണ്ടി ആയതുകൊണ്ട്
സെൻറ്റർ സ്റ്റാൻഡ് എളുപ്പമാക്കാൻ വേണ്ടി BMW ഫീച്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സെൻറ്റർ സ്റ്റാൻഡ് അസിസ്റ്റ് ഈ മോഡലിനില്ല. ഇതിന് ട്രിപ്പിൾ ബ്ലാക്ക് വേരിയൻറ്റിലാണെങ്കിൽ പിന്നെ ഓപ്ഷൻ 719 എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണെങ്കിൽ ഈ സെൻറ്റർ സ്റ്റാൻഡ് നമ്മൾ താഴോട്ടാക്കി കഴിഞ്ഞാൽ ഇതിന് റിയർ ഷോക്ക് റേസ് ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ ഫ്രണ്ട് ഫോക്കും റേസ് ആവും. അത് റേസ് ആകുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു മൊമെൻറ്റ്, ഒരു ഷിഫ്റ്റിംഗ് മൊമെൻറ്റും വരില്ല. ആ മൊമെൻറ്റ് നമുക്ക് ഈസി ആയിട്ട് സെൻറ്റർ സ്റ്റാൻഡ് ഇടാൻ പറ്റും. സെറ്റപ്പ് നോക്കണേ, സെൻറ്റർ സ്റ്റാൻഡ് വരെ BMW റെവല്യൂഷനൈസ് ചെയ്ത്. പിന്നെ ഇതിന് കുറേ റൈഡിങ് മോഡ് ഉണ്ട് കേട്ടോ. ടാപ്പ് ചെയ്യുക, റോഡ്, ഡൈനാമിക് പ്രോ, എൻഡ്യൂറോ പ്രോ, റെയിൻ ഉണ്ട്, അതുപോലെ അങ്ങനെ കുറേ മോഡുണ്ട്. അത് നമുക്ക് കസ്റ്റം ചെയ്യാം. എൻഡ്യൂറോ ഉണ്ട്, ഡൈനാമിക് പ്രോ ഉണ്ട്, എൻഡ്യൂറോ പ്രോ. അതൊക്കെ നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന, സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റുന്ന വണ്ടിയാണിത്. കണ്ട ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സാണ് കൊടുത്തത്, പ്രീമിയം ആണ്. ഇവിടെ കണ്ട ടാങ്കിൽ നിന്ന് ഡാമേജ് വരാണ്ടിരിക്കാൻ വേണ്ടി ഇവിടേക്ക് ഒരു പാഡിങ് കൊടുത്തിട്ട് ഇവിടെ നാരോ സീറ്റ്, ഇവിടെ വൈഡ് ആയിട്ട് ഒരു നല്ല കുഷനിങ്, നല്ല വൈഡ് സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ലെങ്ത്ത് കൂടിയ വൈഡ് സീറ്റ്സാണ്, പില്യൻ വരെ കംഫർട്ടബിൾ ആയ സീറ്റ്സാണ് കൊടുത്തത്. ഗ്രാബ് റെയിലാണെങ്കിലും ഇതിൽ മൗണ്ടെയിൻ ആണെങ്കിലും ഇതിൻ്റെ ആക്സറീസൊക്കെ ഒരു അത്രയും ലോഡ് ആക്സറീസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊക്കെ കംപ്ലീറ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ 2 വീഡിയോ 5 വീഡിയോയിൽ തീരില്ല. പിന്നെ ഞാൻ പറയാം, വണ്ടി ഓടിക്കാൻ പഴയ GS ഓടിക്കാൻ നമുക്ക് കുറേ കാറ്റടിക്കുക, അത് വരാണ്ടിരിക്കാൻ വേണ്ടി എയർ ബെറ്റർ റൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കണ്ട കുറേ ചാനൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അവേ ഫ്രം ദ റൈഡർ ആക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. സെറ്റപ്പ് ഉള്ള റൈഡ് ബൈ വയർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രോളിക് ബ്രേക്സ്, മിക്കത് ഹൈഡ്രോളിക് ബ്രേക്സാണ് കൊടുത്തത്. ഹൈഡ്രോളിക് ക്ലച്ചും ആണ് കേട്ടോ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. സെറ്റപ്പ് ലൈറ്റ് ക്ലച്ചാണ്, ഈസി ടു പുള്ളാണ്. ഇതിന് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉണ്ട്, ഒരുവിധം എല്ലാം. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ക്രൂസ് കൺട്രോൾ ഉണ്ട്, എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ട അതൊക്കെ ഓപ്ഷനിലായിട്ട് ബാക്കി എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. റേഡാർ ഓപ്ഷൻ 719 ഒരു റേഡാർ അസിസ്റ്റും കൂടി ഉണ്ട്. ഫ്രണ്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ ക്രൂസ് കൺട്രോളാണ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൽ ആ സെറ്റപ്പിലെ ഫ്രണ്ട് വണ്ടി ബ്രേക്ക് പിടിച്ചാൽ ഈ വണ്ടിയുടെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് സ്പീഡ് കുറക്കുന്നത്. അതേപോലെ ഫ്രണ്ട് കൊളിഷൻ വാർണിങ്സ്, ബ്ലൈൻഡ് സ്പോട്ട്, ഇവിടെ ബ്ലൈൻഡ് സ്പോട്ടൊക്കെ കാണിക്കും. ബ്ലൈൻഡ് സ്പോട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ അത് കൂടിയ വേരിയൻസിലാണ് കൊടുത്തത്. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ കൊടുത്തേ കണ്ടില്ലേ, ഇവിടെയാണ് കേട്ടോ മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹാൻഡ് ഗാർഡിലാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത് ട്രോഫി ബ്ലൂ എന്ന് പറഞ്ഞ കളർ വേരിയൻ്റ് ആണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളർ ഇതാണ് കേട്ടോ. 719 ഉണ്ട്, പക്ഷേ അത് ഓടിക്കാൻ കിട്ടില്ല. പക്ഷേ അപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഇതാണ് എൻ്റെ ഫേവറേറ്റ് കളർ കോമ്പിനേഷൻ കേട്ടോ. എങ്ങനെയുണ്ട് സാധനം? ഓപ്ഷൻ 719 BMW വേറൊരു ഫീച്ചറും കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഫീച്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷോക്കിൻ്റെ ഉള്ളിൽ ഈ ക്യാനിസ്റ്ററിനകത്ത് വേറൊരു എക്സ്ട്രാ സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിക്ക മോട്ടോർ സൈക്കിൾസിലും, മിക്ക സൂപ്പർ ബൈക്സ് ആണെങ്കിൽ, അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണെങ്കിൽ ഡാമ്പിങ്ങിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡാമ്പിങ് ഒരു ബേസിക് ക്ലാസ്സും കൂടി ഇപ്പോൾ പറയാം, എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവും. ഈ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടി, എനർജി അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിന് നമ്മൾ റീബൗണ്ട് കംപ്രഷൻ എന്നൊക്കെ പറയില്ലേ, റീബൗണ്ട് എന്ന് പറഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ഓഫ് റിലീസ്. ഈ സ്പ്രിങ് റിലീസ് ചെയ്യുന്ന റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര ഫാസ്റ്റ് ആയിട്ട് തുറന്നതിന്, എത്ര ഫാസ്റ്റ് ചെയ്ത് കംപ്രസ് ചെയ്യണമെന്ന് നമുക്ക് അതാണ് ഡാമ്പനിങ് എന്ന് പറയുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ്. അതായത് മിക്ക സൂപ്പർ ബൈക്സ്, മിക്ക അഡ്വഞ്ചർ ടൂറേഴ്സിലൊക്കെ അത് മാത്രം, ആ രണ്ടെണ്ണം ഫുള്ളി അഡ്ജസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ കംപ്രഷൻ, റീബൗണ്ട്, പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലതിൽ റൈഡ് ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. BMW ചെയ്ത സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ കാനിസ്റ്റർ, ഈ റിസർവോയറിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ സ്പ്രിങ് കൊടുത്ത്, ഒരു വാൽവും കൂടി കൊടുത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോഡ് മാറ്റുവാണെങ്കിൽ ആ വാൽവ് ഓപ്പൺ ആകും. ഇതിൻ്റെ അകത്തൊരു എക്സ്ട്രാ സ്പ്രിങ് ഉണ്ട്. അപ്പോൾ 2 സ്പ്രിങ് റേറ്റിനും ആഡ് ഓൺ ചെയ്യുന്ന K1 + K2. K1 എന്ന് പറഞ്ഞാൽ സ്പ്രിങ് റേറ്റ്, ഇതിനൊരു 160 kg/h സ്പ്രിങ് ആണെങ്കിൽ ഇതിന് എക്സ്ട്രാ എത്രയെന്ന് ഡിസ്ക്ലോസ് ചെയ്ത് ഞാൻ ഒരു റഫ് എസ്റ്റിമേറ്റ് പറയാം. ഇതിനൊരു 20 ആണെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു 180 kg/h സ്പ്രിങ്ങിലോട്ട് ആക്കാൻ പറ്റും. അപ്പം പല ടെറൈൻസിൽ പല ഡിഫറെൻറ്റ് റൈഡർ വെച്ചിട്ടുള്ള റൈഡർ ഉപയോഗിച്ചാൽ ഡിഫറെൻറ്റ് കണ്ടീഷൻ കുറച്ചൊക്കെ അക്രമം കാണിക്കാനാണെങ്കിൽ അത്രയും മാത്രം വേഴ്സിറ്റാലിറ്റിയാണ് ഈ സസ്പെൻഷൻ പ്രൊവൈഡ് ചെയ്യുക. ഈ സസ്പെൻഷൻ അല്ല, ഇത് ഓപ്ഷൻ 719 കൊടുത്തിരിക്കുന്ന സസ്പെൻഷനാണ് കേട്ടോ. സെറ്റപ്പ് നോക്കണേ. വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം കേട്ടോ, ഹീറ്റഡ് ഗ്രിപ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ സ്വിച്ചിൽ നമുക്ക് അത് മാറ്റാനും പറ്റും. ഈ ബട്ടൺ കണ്ട, പിന്നെ സാൻഡ്വിച്ച് സ്വിച്ച് എന്നാണ് പറയുന്നത്. ഈ ബട്ടൺ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഇവിടെ എന്തൊക്കെ വന്ന് ഗ്രിപ്പ് ഹീറ്റിംഗ് കണ്ടില്ലേ, അത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഓഫാണ്. എന്നിട്ട് ഈ ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റും. 3 ലെവൽസ് ഉണ്ട് കേട്ടോ. സെറ്റപ്പ് നോക്കണേ. ഇത്രയൊക്കെ സമയം നമുക്ക് എന്തായാലും ഒരു റൈഡും കൂടി കൊണ്ടായി കുറേ ഓടിച്ച്, എന്നിട്ട് നമുക്ക് വറീല പാസിലോട്ടും കൂടി പോവാം. വൺ ഓഫ് ദ മോസ്റ്റ് ഹയസ്റ്റ് മോട്ടോറബിൾ റോഡ്സ് ഇൻ ദ വേൾഡ് കൂടി നമുക്ക് കൊണ്ടുവന്ന് കറങ്ങിയിട്ട് വരാം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കംഫർട്ടാണ് കേട്ടോ. ഇത് ഇപ്പോഴാണ് എനിക്ക് ഭയങ്കര ഈസി ടു റൈഡ് മോട്ടോർ സൈക്കിൾ. അതുകൊണ്ടാണ് ഇത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ അയക്കുന്നത്. എന്നാൽ ആർക്കും ഈ വണ്ടി എടുത്തുകൊണ്ട് പോയി കോൺകർ ദ മൗണ്ടൻസ്, എവിടെയൊക്കെ നമുക്ക് ടൂറിങ് പോവാം, സ്ഥലമൊക്കെ കാണാനൊക്കെ പോവാം. അത്രയ്ക്ക് ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിളാണ്. പിന്നെ ഈ എൻജിൻ, ഇതിൻ്റെ പവർ വരുന്നതെന്ന് പറഞ്ഞാൽ 3800 3600 to 7000 ആദ്യം വണ്ടി വലിച്ച് പറിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഓടിക്കുന്ന മോട്ടോർ സൈക്കിൾ
അഡാപ്റ്റീവ് റൈഡ് ഹൈറ്റ് സെറ്റപ്പ് ഇല്ല കേട്ടോ. റൈഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഷോർട്ടർ റൈഡേഴ്സാണ് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സാധനമോട് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ വണ്ടി നിർത്തിയിരുന്ന സമയത്ത് അതിൻ്റെ സീറ്റ് 820 ആയിരിക്കും. എന്നിട്ട് ഓടിച്ചൊരു 50 km/h ഒക്കെ എത്തുമ്പോഴേക്ക് സീറ്റ് 850 ആവും. എന്നിട്ട് വീട് നമ്മൾ സ്പീഡ് വെച്ച് 30 ഒക്കെ എത്തില്ലേ, അപ്പോൾ വീണ്ടും 820 പോകും. സീറ്റായിട്ട് അങ്ങനെ വേരിയബിൾ ആണ്, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഷോർട്ടർ റൈഡേഴ്സ് ഭയങ്കര കോൺഫിഡൻസ് വരുന്നതായിരിക്കും. ഹാൻഡ് ലൈൻ ആണെങ്കിലും ഒരു അടിപൊളി സെറ്റപ്പാണ്. ഈ മോട്ടോർ സൈക്കിൾ അത് കൊടുത്തില്ല, അത് ട്രിപ്പിൾ ബ്ലാക്കിൻ്റെ ഒരു വേരിയൻ്റ് അതേപോലെ ഓപ്ഷൻ 719 കൊടുത്തിട്ടുള്ളൂ കേട്ടോ. മലകൾ നോക്കുക ഗൈസ്, ഇത്രയും ടൈറ്റ് റോഡ്സ് ആണ്, പക്ഷേ റോഡ്സ് ആർ ബ്യൂട്ടിഫുൾ. കാരണം കുറച്ച് സാൻഡൊക്കെ ഉണ്ട്, പക്ഷേ ടയേഴ്സൊക്കെ അടിപൊളിയാണ്. സസ്പെൻഷനാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 3 ഡിഗ്രി സെൽഷ്യസ് ആയി 12,000 ഫീറ്റ് എത്തി. നമ്മൾ 17,000 ഫീറ്റിലോട്ട് പോകട്ടോ. 17,000 അടിയാണ്. ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ടോപ്പ് പാസസ് ആണിത്, മോട്ടറബിൾ റോഡ്സ്. എൻഡ്യൂറോ മോഡിൽ ഓൺ BMW 1300 GS നമ്മൾ ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ് അടിച്ച് കയറി പോവാ മക്കളെ, ഒരു രക്ഷയില്ല. എക്സ്പീരിയൻസ് പൊളിച്ചു. നേരെ നോക്കാം, കൈ കൊടുത്ത് പോവാം. നമ്മൾ ഈ വണ്ടി എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡ്സിലാണ് കൊണ്ടുവന്നത്. എന്നിട്ട് കംപ്ലീറ്റ് ടെസ്റ്റ് ഓഫ് റോഡ് കൊണ്ടുപോയി റോഡിൽ ഓടിച്ചു. സംഭവം കൊള്ളാട്ടോ. ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹൗ ഈസി ഇറ്റ് ഈസ് ടു റൈഡ്. ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്നൊരു മോട്ടോർ സൈക്കിൾ ദ BMW R1300 GS കേട്ടോ. ഒരു രക്ഷയില്ല, അത്രയ്ക്ക് സിമ്പിൾ മോട്ടോർ സൈക്കിൾ ടു ആ ബോക്സർ എഞ്ചിനാണെങ്കിൽ വെൽ ബാലൻസ്ഡ് എഞ്ചിനാണ്. മാത്രം വൈബ്രേഷൻ ഒന്നുമില്ല. കുറച്ചൊന്ന് ഹയർ RPM എത്തുമ്പോഴേക്ക് ചെറിയ വൈബ്രേഷനൊക്കെ ഫീൽ ചെയ്യുക. പക്ഷെ അതല്ലാണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. ഇത്രയും സൈസ് ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. ഈ മോട്ടോർ സൈക്കിൾ റണ്ണിങ്ങിലായി തുടങ്ങുമ്പോഴേക്കും വളരെ ഈസി ടു റൈഡാണ്. ഭയങ്കര ഫാസ്റ്റ് ഡയറക്ഷനൊക്കെ മാറ്റാം. ഇനി ടെലിഡേവ് സസ്പെൻഷൻ ആണെങ്കിൽ പിടിച്ചുകൊണ്ട് തന്നെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിലാകെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എൻ്റെ ക്വിക്ക് ഷിഫ്റ്ററാണ്. ക്വിക്ക് ഷിഫ്റ്ററിന് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം പോലെ. എൻ്റെ മോട്ടോർ സൈക്കിൾ പ്രശ്നം എന്നറിയില്ല, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ് എനിക്ക് ഗിയർ അപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ. ഡൗൺ ഷിഫ്റ്റിന് വലിയ ഇഷ്യൂ ഇല്ല, പക്ഷേ അപ്പ് ഷിഫ്റ്റ് ഞാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. കുറേ ഞാൻ പണം പഠിച്ചിട്ടാണ് ഇത് ഷിഫ്റ്റ് ചെയ്തിട്ടോ. പക്ഷേ അത് തന്നെ ഇതിൻ്റെ ബ്രേക്സ് അടിപൊളി കംഫർട്ട്. ആ വൈറ്റ് സീറ്റ്സ് ആണ്. പിന്നെയാണെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ഹയർ സ്പീഡ്സിൽ സ്പോർട്ട് ടൂറിങ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് വണ്ടി. അടിപൊളി വണ്ടിയാണ്. നിങ്ങൾക്ക് ഓഫ് റോഡ് കുറച്ചൊക്കെ ഓഫ് റോഡ് കൊണ്ടുപോകും, അതേപോലെ ഓൺ റോഡ് അടിപൊളി ടൂറാണ്. നല്ല ഫ്യൂൽ എക്കോണമി പ്രൊവൈഡ് 21 ഒക്കെ ഉണ്ടോ കാണിച്ചാൽ. അത് എത്രത്തോളം കിട്ടുമെന്നറിയില്ല, എന്നാലും 90 ലിറ്റേഴ്സിൻ്റെ ഫ്യൂൾ ടാങ്ക് കൊടുത്തിട്ട് നല്ല റേഞ്ചാണ് കിട്ടുന്ന. ഗുഡ് കംഫർട്ടാണ്. നമ്മുടെ ഈ പൊട്ടിപ്പൊളിഞ്ഞ ലേത്ത് എല്ലാ റോഡ്സിലും നമ്മൾ ഓടിച്ചിട്ടെന്ന് പറഞ്ഞാൽ നല്ല ഫീഡ്ബാക്ക്. കയ്യിലൊന്നും ഒരു അടിയില്ല. അത്രമാത്രം കോൺഫിഡൻസ് ഇൻസ്പയറിങ് വണ്ടിയാണ്. ഈസി ടു നിങ്ങൾ ഫ്രണ്ട് ബ്രേക്ക് ധൈര്യത്തോടെ നിങ്ങൾക്ക് പിടിക്കാനാണെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രോണിക് പാക്കേജ് അത്രയ്ക്ക് സ്ട്രോങ് ആണ്. നിങ്ങൾ എന്ത് ചെയ്താലും ഈ വണ്ടി വീഴ്ത്താൻ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടണം. ഇതിൻ്റെ സീറ്റായിട്ട് ചിലപ്പോൾ കുറച്ചവർക്ക് ബുദ്ധിമുട്ടാണ്. 850 mm ആണല്ലോ. അപ്പോൾ കുറച്ച് ഷോർട്ടർ റൈഡേഴ്സ് കുറച്ച് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാം കേട്ടോ. അതെനിക്ക് കുറച്ച് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റൈഡ് ഹൈറ്റ് കൺട്രോളബിളുള്ള ഒരു വേരിയൻ്റ് ഉണ്ട്. അത് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ സസ്പെൻഷൻ ഓട്ടോമാറ്റിക്കലി കുറയും. ഇപ്പോൾ വണ്ടി സ്റ്റേഷനറി ആയി വെക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് 820 30 mm 3 cm സീറ്റായിട്ട് കുറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടൊക്കെ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് പറയുക കുറേ ചേഞ്ചസ് ഓവർ ദ ഇയർ. നമ്മുടെ പഴയ വണ്ടി ഓടിച്ചു GS 1250 ഓടിച്ച് എന്നിട്ടാണ് ഇത് ഓടിക്കുന്നത് കേട്ടോ. സോ രണ്ടും ഒരു ഡേ ആൻഡ് നൈറ്റ് ചേഞ്ച് വരും. ഇത് കുറച്ചുകൂടി സ്പോർട്ടി വേരിയൻറ്റ് ഓഫ് ദ GS 1250 ആണ്. ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 3800 RPM തൊട്ട് പവറാണ്. പവർ തൊട്ട് പറഞ്ഞത് ഇതിൻ്റെ ഷിഫ്റ്റ് ആൻഡ് ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്ന ആ ഡിഫറെൻറ്റ് വാൽ പ്രൊഫൈൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എന്നിട്ട് ഒന്ന് RPM കയറുമ്പോഴേക്കും അടിപൊളി പവർ നമ്മൾ വലിച്ചുകൊണ്ട് പോകും. BMW ഏറ്റവും കൂടുതൽ പവർ പ്രൊഡക്ഷൻ ചെയ്യുന്ന ബോക്സർ എഞ്ചിനായിട്ട് ഇത് കൊടുത്തത്. ചിലപ്പോൾ ഞാൻ അതിൻ്റെ ക്യാരക്ടറാണ് ഈ ക്വിക്ക് ഷിഫ്റ്റ് ഭയങ്കര ജെർക്കിങ് ആണ്. അപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഒരു ചാട്ടമാണ്. അത് കുറച്ചുകൂടി ലീനിയറാക്കി എടുക്കാൻ പറ്റും. അത് മാത്രമേ എനിക്ക് ഈ വണ്ടിയിൽ പറയാനുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ വെയിറ്റ് 237 kgs, അതിനെക്കാട്ടി ഏകദേശം 12 kgs ലൈറ്റർ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ വണ്ടി വെയിറ്റ് ഉണ്ട്. നമുക്കിങ്ങനെ കുറച്ച് ടൈറ്റ് ടെക്നിക്കൽ സെക്ഷൻസിലൊക്കെ ഇന്ന് വണ്ടി ടിപ്ടോ ചെയ്ത് നീക്കാനൊക്കെ നോക്കിക്കാട്ട് കുറച്ച് പാടാണ്. ഞാൻ പറഞ്ഞല്ലോ സെൻറ്റർ സ്റ്റാൻഡ് അങ്ങനത്തെ കുറേ ഇലക്ട്രോണിക് കൊടുത്ത് കുറച്ചുകൂടി ഈസിയർ ആകാൻ നോക്കിയിട്ടുണ്ട്. ദ അൾട്ടിമേറ്റ് ലക്ഷറി അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ, ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലർ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ അതിൻ്റെ കാരണം തന്നെ ഇത്ര ഇലക്ട്രോണിക് ഫീച്ചേഴ്സ്, ഇത്ര ഈസി ടു റൈഡ്, ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി. നിങ്ങളൊരു പ്രൊഫഷണൽ റൈഡർ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കാത്ത ഒരാളാണെങ്കിൽ കൂടി ഈ വണ്ടി എടുത്ത് ഓടിക്കാൻ പറ്റുന്ന
പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ചേഞ്ച് ലിഥിയം അയോൺ ബാറ്ററി. അതിൻ്റെ ഡൗൺ സൈഡ് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇതിൻ്റെ പ്രശ്നം ഡാറ്റ ലോക്ക്ഡ് ആണ്. പണ്ട് BMW 1250 ഓണേഴ്സൊക്കെ ഫേസ് ചെയ്ത ഇഷ്യൂ കുറച്ച് കാലം മോട്ടോർ സൈക്കിൾ ഓടിക്കഴിയുന്ന ബാറ്ററി ഡൗൺ ആവും. ട്രിക്കിൾ ചാർജ് ചെയ്യാത്തവരാണെങ്കിൽ എസ്പെഷ്യലി ബാറ്ററി ഡൗൺ ആവും. അപ്പോൾ വാറണ്ടി ക്ലെയിം ചെയ്യണം കൂടുതലായിട്ട്. BMW ഭയങ്കര നഷ്ടം. എല്ലാവരും പോയി ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ആകുമ്പോൾ വാറണ്ടി ക്ലെയിം ചെയ്യും. അത് BMW നഷ്ടമായതുകൊണ്ട് ഇതൊരു ലിഥിയം അയോൺ ബാറ്ററിയെ കൊടുത്തത്. ലിഥിയം അയോൺ ബാറ്ററി പോയില്ലെന്നല്ല, അത് പെട്ടെന്നല്ല അത് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത് പ്രോപ്പർലി മെയിൻറ്റെയിൻ അല്ലെങ്കിൽ പ്രോപ്പർലി ട്രിക്കിൾ ചാർജ് കൊടുത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് ഡാമേജ് സംഭവിക്കുക. പക്ഷേ അതിനൊരു ഡാറ്റ ലോഗും കൂടി കൊടുത്തത്. ഡാറ്റ ലോഗ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പ്രോപ്പർലി റീചാർജ് ചെയ്യുന്നുണ്ടോ, പ്രോപ്പർലി ട്രിക്കിൾ ചാർജ് ചെയ്തോന്നൊക്കെ ഡാറ്റ എടുക്കാനുള്ള സെറ്റപ്പ് വണ്ടി തന്നെയുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കും. നിങ്ങൾ പ്രോപ്പർലി വണ്ടി ഓടിക്കാത്തപ്പോൾ ഈ വണ്ടി പ്രോപ്പർലി ചാർജൊക്കെ ചെയ്ത് വെച്ചോന്ന് നോക്കും. എന്നാൽ മാത്രമേ എന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ പ്രോപ്പർലി ചാർജ് ആയിട്ട് എന്നിട്ട് നിങ്ങളുടെ ഈ ബാറ്ററിക്ക് ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പ്രായമായി 35+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിൾ കൂടിയ ഫാമിലി വൈഫൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി ലോങ് ഡിസ്റ്റൻസ് കുറേ കിലോമീറ്റർ അറ്റ് ഹയർ സ്പീഡ്സ് സ്പോർട്ട് ടൂറിങ് വഴിയിൽ എന്ത് പൊട്ടിപ്പൊളുന്ന സാധനം ഉണ്ടെങ്കിൽ അതൊക്കെ ഡോമിനേറ്റ് ചെയ്തിട്ട് എല്ലാത്തിനും ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു അടിപൊളി മോട്ടോർ സൈക്കിൾ BMW 1300 GS കേട്ടോ. എങ്ങനെയുണ്ട് സാധനം?